റോഷിപാൽ ഇപ്പോൾ വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് ഒരു വരിയിൽ പ്രതികരിക്കുകയാണ്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് തന്ത്രി പറയുന്നത്. യാതൊരു കൂസലുമില്ല. തീർച്ചയായും വിനിത, ആ ദൃശ്യങ്ങൾ കാണാം. താൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന് ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങുന്നത്. പക്ഷേ പത്മകുമാർ പറഞ്ഞൊരു വാക്കുണ്ട് ഇതുപോലെ കോടതി വരാന്തിയിൽ, ഇത് ദൈവതുല്യരായ ചിലരുമുണ്ട് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന്. എന്തായാലും ശബരിമലയിൽ ഒരു ഈലയാനങ്ങണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സന്നിധാനത്ത്, ശ്രീകോവിലിനകത്ത്, ശ്രീകോവിലിന്റെ ഭാഗത്ത്, കാരണം ഇതിനൊക്കെ ദൈവഹിതം വേണം. ആ ദൈവഹിതം അത് തന്ത്രിയാണ്, തന്ത്രി രാജീവ് കണ്ഠരാണ്. അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും രാജീവ് കണ്ഠരും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവർ തമ്മിലുള്ള ഇടപാടുകൾ എന്താണ്, ഇതൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഒന്ന് ഓർക്കണം, ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്, സാധാരണ ഒരു പോലീസ് അന്വേഷണമല്ല. കാര്യങ്ങളെല്ലാം കൃത്യമായി കിട്ടിയാൽ മാത്രമേ, തെളിവുകളൊക്കെ കിട്ടിയാൽ മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം പലയിടങ്ങളിലും ഈ ഉത്തരം പറയേണ്ടി വരും. കാരണം വലിയൊരു വിശ്വാസ സമൂഹമുണ്ട്. ആ സമൂഹത്തിന് മുന്നിൽ കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തേണ്ടി വരും. എന്തുകൊണ്ട് തന്ത്രി രാജീവ് കണ്ഠർ അറസ്റ്റിലായെന്ന്, രാജീവ് കണ്ഠരുടെ പങ്കാളിത്തം എങ്ങനെയെന്ന്, ഇപ്പോൾ കുടുങ്ങിയ തന്ത്രി രാജീവ് കണ്ഠരിൽ അന്വേഷണം അവസാനിക്കുമോ എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടി വരും ദിവസങ്ങളിൽ മനസ്സിലാകും. വലിയൊരു തട്ടിപ്പ ശബരിമലയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ. ശബരിമലയിലെ കാണുന്ന വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾ, അവിടെ കട്ടിലപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ എല്ലാം പറിച്ചെടുത്ത് എല്ലാം ചെമ്പ് തകടാണെന്ന് രേഖപ്പെടുത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി ഉരുക്കി വിറ്റതാണോ, അതല്ല അതിന്റെ അമൂല്യമായ ആ ഒരു മൂല്യം അത് പുരാവസ്തു കണക്കെ, അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ദൈവവിശ്വാസികൾ അതിന് സങ്കല്പിക്കുന്ന മൂല്യമുണ്ട്. അതൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള വില കൊടുത്ത് ആരെങ്കിലും ഇത് കൈവശപ്പെടുത്തിയോ എന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴും വിനീത, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ തൊണ്ടി ലഭിച്ചിട്ടില്ല. വലിയൊരു കൊള്ള നടന്നെങ്കിലും ആ തൊണ്ടി കൃത്യമായി ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്വേഷണം ഒരു ഘട്ടത്തിൽ പാളിപ്പോകും. അതുകൊണ്ട് ഈ കണ്ഠർ രാജീവരുടെ അറസ്റ്റ്, കണ്ഠർ രാജീവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ എവിടെയാണ് ഇത് കൈമാറിയത്, ഈ തൊണ്ടി ആർക്ക് കൈമാറി എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കും. ആ ഒരു നിമിഷം റോഷിപാൽ, അരുൺ സോളമൻ വാഹനത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അരുൺ, എങ്ങോട്ടാണ്? കോടതിയിലേക്കാണോ നേരിട്ട് കൊണ്ടുപോകുന്നത്? വിനീത, അല്പസമയങ്ങൾക്ക് മുൻപാണ് ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി തന്ത്രി കണ്ഠർ രാജീവരെ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ യാത്ര വളരെ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ നേരെ മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും ഈ തന്ത്രിയെ ഹാജരാക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായിട്ടുള്ള ചുവടുവയ്പ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ കൃത്യതയാർന്ന നിലപാടുകൾ SIT തുടക്കം മുതൽ തന്നെ എടുത്തിരിക്കുന്നു. അതിൽ തന്ത്രപൂർവ്വമായിട്ടുള്ള നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ തന്ത്രി ഈ കേസിൽ വലയിലായിരിക്കുന്നത്. ദൈവതുല്യനായ മനുഷ്യൻ ആരാണെന്ന് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ മുഴുവൻ മലയാളികളും ഒരുപക്ഷെ സംശയിച്ചിട്ടുണ്ടാവാം. അതിലാണിപ്പോൾ തന്ത്രി കണ്ഠർ രാജീവർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച ഒന്നാം പ്രതി കൂടിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഈ ബന്ധം കഴിഞ്ഞ ഏറെ വർഷക്കാലമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ SITയുടെ കണ്ടെത്തൽ. 2007 മുതൽ ഈ തന്ത്രിയുമായിട്ട് ബാംഗ്ലൂർ മുതലുള്ള ബന്ധമാണ്. അതാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് എത്താനായിട്ട് ഈ ഒരു ബന്ധം ഇടയാക്കിയിരിക്കുന്നത്. അതിൽ ഈ സ്വർണം എവിടെയാണ് കൊണ്ടുപോയത്, ഇനി തൊണ്ടി മുതൽ അടക്കമുള്ളവ കണ്ടെത്തേണ്ടുന്ന വലിയൊരു വെല്ലുവിളി SITക്ക് മുന്നിലുണ്ട്. ഇനി എന്തായാലും തന്ത്രി കണ്ഠർ രാജീവർ എന്താണ് പറയുന്നതെന്ന് ആണ് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. ഇനി ഇതിനോടകം തന്നെ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ളവ എന്തായാലും SIT നൽകും. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചുള്ള ഈ കേസ് 2 അന്വേഷണ ഏജൻസികൾ നിലവിൽ അന്വേഷിക്കുന്നു. ഉച്ചയോടുകൂടി തന്നെ ED അടക്കമുള്ള മുന്നോട്ട് വന്ന് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ED ഈ കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ SIT ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം സംസ്ഥാന സർക്കാർ അടക്കമുള്ളവ ഒരു പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമം പ്രതിപക്ഷ ഭാഗത്തു നിന്ന് നിരന്തരം ഉയർന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അടക്കം രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വ്യക്തമാക്കിയതാണ് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ്. ഹൈക്കോടതിയും അത് ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അവിടെയാണ് തന്ത്രി കണ്ഠർ രാജീവർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അവിടെ ഏറെ നിർണായകമായ കാര്യം, ശബരിമലയിൽ നിന്നും ഒരു പൊടി സ്വർണമെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, എന്ത് സാധനമാണെങ്കിലും അത് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അനുമതി നൽകേണ്ടുന്ന വ്യക്തിയാണ് തന്ത്രി. മുൻ തന്ത്രി കൂടിയായിട്ടുള്ള കണ്ഠർ രാജീവരെ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുമ്പോൾ എന്താണ് തന്ത്രിക്ക് പറയാനുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായ കാര്യം. ഇപ്പോൾ ജനറൽ ആശുപത്രി എത്തിയപ്പോൾ പോലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രതികരിക്കാൻ അയാൾ തയ്യാറായിട്ടില്ല. ഈ കേസിൽ താങ്കൾ കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചു, അതിൽ പോലും ഒന്നും പ്രതികരിക്കാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് ഒറ്റ വരിയിൽ മറുപടി പറയുന്നുണ്ട് അരുൺ സോളമൻ. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ്
മുൻ തന്ത്രി കണ്ഠര രാജീവര് പറഞ്ഞിരിക്കുന്നത്. ആർ റോഷിപാലും ഹരിമോഹനും ടി വി പ്രസാദും അരുൺ സോളമനും ആഷിൻ ഡിയാഗോയും ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തന്നെ തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്ത്രിയുടെ റോൾ എന്ത് എന്നത് തന്നെയാണ്. ദൈവതുല്യനാണോ അറസ്റ്റിലായത് എന്നതുകൂടി ആണ് വ്യക്തമാകേണ്ടത്.